എന്ന് സമകാലികത്തിൽ ബഹുമാന്യനായ ഹാഫിൽ പി ചെറുകുളമ്പ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം 25 വർഷത്തോളമായി ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. ബഹുമാന്യനായ ഹാഫിസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്കളുടെ പേരും താങ്കളുടെ കുടുംബ പശ്ചാത്തലവും ഒന്ന് പ്രാഥമികമായി അറിയിക്കാം. പേര് ഹാഫിൽ, സ്ഥലം മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിനടുത്തുള്ള ചെറുകുളമ്പ് എന്ന സ്ഥലത്ത്. വീട്ടിൽ സ്വന്തമായ വീടാണ്. വീട്ടിൽ ഭാര്യയും 4 മക്കളും. പിന്നെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉപ്പ മരണപ്പെട്ട് 7 വർഷത്തോളമായി. ചെറുകുളമ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ ചട്ടിപ്പറമ്പിൻ്റെ ആ ഭാഗത്ത്, ഇവിടുന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് കോട്ടക്കലേക്ക് പോകുന്ന വഴിയിൽ അല്ലേ? അതെ. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണ് വരുന്നത്? പ്രീ ഡിഗ്രി വരെ പഠിച്ചു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ പ്രിൻറ്റിങ് ടെക്നോളജീൻ്റെ ഒരു കോഴ്സ് ചെയ്ത് 6 മാസത്തെ ഒരു കോഴ്സ് ആയിരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് നീങ്ങിയത്. ഒരു കോഴ്സ്, അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ടല്ലേ ശരിക്കും? അപ്പോൾ ഒരു 25 വർഷമായി ഒരു ന്യൂസ് പേപ്പർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ പരിചയം, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ആ ജോലിയെ പറ്റിയുള്ള ഒരു പ്രാഥമിക വിവരം ഒന്ന് അറിയിക്കാമോ? അതിൻ്റെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താം. നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ് ആണ്. പ്രിൻറ്റിങ് നമുക്ക് പത്രം പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അതിൻ്റെ സമയം. അതെ അതെ. രാത്രി പറഞ്ഞാൽ നമുക്ക് 10 മണി മുതൽ 5 മണി വരെ ഡ്യൂട്ടി. അപ്പോൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങും അല്ലേ? ഒരു 5 മണി. നമുക്ക് ഒരു 8 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ ഓഫീസും ആയിട്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റിൻ്റെ റണ്ണിങ് ഉള്ളൂ ബൈക്കായിട്ടും പോകുമ്പോൾ. അപ്പോൾ അവിടെ കോഴിക്കോടാ താമസം? അല്ല, ഇപ്പോൾ മലപ്പുറത്താണ്. മലപ്പുറത്ത് ബസ്സിലാണ്. അപ്പോൾ മലപ്പുറത്ത് സ്വന്തമായിട്ട് പ്രിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. 10 വർഷമായി അവിടെ. പിന്നെ രാവിലെ 5 മണി വരെയാണ് ഡ്യൂട്ടി. നമുക്ക് പ്രിന്റിങ് കഴിഞ്ഞ ഉടനെ പോരാന്നുള്ളതാണ് രാത്രി വരെ ഡ്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പത്രം തന്നെ ഓരോ ദിവസവും പല ടൈമിലാണ് കഴിയുക. പിന്നെ ന്യൂസ് വൈകുന്നതിനനുസരിച്ച്, അതുപോലെ മെഷീൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ലേറ്റ് ആവും ചിലപ്പോൾ. ഒരു നീണ്ട ഒരുപാട് വർഷക്കാലം അദ്ദേഹം ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു പേഴ്സണലായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരിക്കലും ലീവില്ലാത്ത ഒരു കാര്യമാണ് ഈ പേപ്പർ. അതെ, നമുക്ക് ലീവ് ഉണ്ടെങ്കിലും ഏത് ഞായറാഴ്ചയാണെങ്കിലും എന്ത് ഹർത്താലാണെങ്കിലും പത്രത്തിന് ലീവില്ല. പേപ്പർ അത് കറക്റ്റായിട്ട് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സമരം നടത്തുന്ന ആൾക്കാരെ പ്രത്യേകം എഴുതും ചെയ്യും, അതിൽ പത്രം ഇതൊന്നും ഒഴിവാണെന്ന് പറയും. നിങ്ങള് ലീവില്ലാതെ വരുമ്പോൾ പ്രത്യേകിച്ച് രാത്രിയുമാണല്ലോ ജോലി. എല്ലാ ദിവസവും രാത്രി ജോലി എന്നുള്ളതാണോ, അതേ ഷിഫ്റ്റാണോ? ചില രാത്രികൾ നമുക്ക് ഒഴിവുണ്ടാകൂ? ഇല്ല, നമുക്ക് ഒരു ആഴ്ചയിലൊരു ഓഫ് എല്ലാ പിന്നെ ആൾക്കാർക്കും ഒരു ഓഫ് ഉണ്ടാവും. പിന്നെ വേറെ ലീവായിട്ട് നമുക്ക് ഉണ്ടാവില്ല. അതായത് ആഴ്ചയിൽ അത് ഏത് ദിവസം നമുക്ക് എടുക്കാം അങ്ങനല്ല, ഓരോരുത്തർക്കും ഓരോ ദിവസം ഫിക്സ് ആക്കിയിട്ടുണ്ടാവും. അന്ന് മാത്രമേ ഓഫ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 25 വർഷമായിട്ട് അൽഹംദുലില്ലാ രാത്രി ഉറങ്ങാതെ പകലുറങ്ങി ശീലിച്ച ഒരാളാണ്. അതിന് ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ പകല് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വീക്കെൻഡ് അതുപോലെ മറ്റു ബുക്ക് വർക്കുകൾ മറ്റുള്ളതൊക്കെ അപ്പൊ അതൊക്കെ നിന്നുപോയി. ഈ വീക്കെൻഡ് തന്നെ ശനിയാഴ്ച അടിക്കുന്ന ഞായറാഴ്ച വരുന്ന ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ പത്രത്തിന്റെ ഉള്ളിൽ തന്നെ അന്ന് തന്നെ ആ സമയത്ത് തന്നെ അടിക്കുന്ന ഒരു സിസ്റ്റമായി. മറ്റേത് ഈ ഏജന്റുമാരുടെ ഉള്ളിലാക്കലാണ്. ആക്ക് ഇപ്പോൾ മെഷീന് ഇതായി അങ്ങനെ ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അപ്പോൾ നിങ്ങളുടെ ഈ പെരുന്നാളുകൾക്കൊക്കെ അപ്പോൾ അത് വലിയൊരു നഷ്ടമാവൂലേ? അല്ല, പെരുന്നാളിന് ലീവുണ്ട്. പെരുന്നാളിന് ലീവ് ഒരു വർഷത്തിൽ 10 ലീവ് അങ്ങനെ ഉണ്ട്. അങ്ങനെ എടുക്കാം. അതെല്ലാവർക്കും അന്ന് പെരുന്നാളിന് പത്രം ഉണ്ടാവില്ലല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് കൂടിയാണ് 25 വർഷത്തെ സേവനം അവിടെ തുടരുന്നത്. നമുക്ക് ചിലപ്പോൾ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ടാകാം. കാരണം ഒരു രാത്രി ഉറങ്ങാൻ വിട്ടുപോയാൽ ഒരുപാട് രാത്രികൾ അതിന്റെ അസഹ്യത നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്. പക്ഷേ അതൊന്നുമില്ലാതെ അത് ശീലമാണ്. ഹോസ്പിറ്റലുകളിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡിലെ ആളുകളാണെങ്കിൽ അവർക്ക് ഷിഫ്റ്റ് ഉണ്ട്. ഒരാഴ്ച രാത്രിയാണെങ്കിൽ ഒരാഴ്ച പകലാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്കത് അതുകൊണ്ടാണ് അറിയാൻ വേണ്ടി ഒരു ക്ലാരിറ്റിക്ക് ചോദിച്ചത്. എന്തെങ്കിലും അത് ആദ്യത്തെ തുടക്കത്തിൽ അങ്ങനെ ഈ ഉറക്കൊഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായിരുന്നോ?
ഇല്ല പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. അതായത് നമുക്ക് രാവിലെ തന്നെ നമ്മൾ പിന്നെ വന്ന് ഉറങ്ങുമോ? പിന്നെ ഒന്ന് ഉറങ്ങും. കഴിഞ്ഞിട്ട് ഉറങ്ങും ഒരു 12 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പ്രശ്നമില്ല. ഈ ഉറക്കം നിർബന്ധമാണ്. ഈ 12 വരെ ഉറങ്ങുക എന്നുള്ളത് നിർബന്ധം. കാരണം ശരീരം പ്രശ്നം ഉണ്ടാക്കുമല്ലോ അല്ലേ? അത് ശരി. അപ്പം അത് പിന്നെ നിങ്ങളുടെ പിന്നെ ഈ കുടുംബം അതിനോട് സെറ്റായി അല്ലേ? കാരണം സെറ്റ് ആവണല്ലോ അല്ലേ? മറ്റേത് 12 മണി വരെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് കുട്ടികളെ കഴിഞ്ഞ് പോവും. പിന്നെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ വിട്ടിട്ട് അവർ ആ സമയത്ത് വരില്ല. ഒരു ന്യൂസ് പേപ്പർ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളത് യൂട്യൂബിലും മറ്റൊക്കെ അതിൻ്റെ ഒരു പ്രോസസ്സ് കാണാറുണ്ട്. അതിൻ്റെ ഒരു എങ്ങനെയാണ് അതെന്നുള്ളത്. ശരിക്കും ഹൈ സ്പീഡിൽ ആ മെഷീനിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ അത്രയും സ്പീഡിൽ അങ്ങനെ ഓരോ പേപ്പറുകൾ അങ്ങനെ മാറി മാറി പോവുകയാണ്. എന്നിട്ട് അവസാനം അത് അങ്ങനെ മടക്കി വെച്ച പോലെ 4-5 പേപ്പറുകൾ ഒരുമിച്ച്. ശരിക്കും അത് ആ മെഷീൻ തന്നെയാണോ മടക്കി വെക്കുന്നത് പേപ്പർ? അതിൽ ഹാഫിസ് സാഹിബ് പിന്നെ നിങ്ങളത് ആ 25 കൊല്ലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുമ്പും ഇപ്പോൾ ഉള്ളതും ഇപ്പം നിലവിലെത്തി നിൽക്കുന്ന വലിയൊരു അപ്ഡേഷൻ ഉണ്ടാവുമല്ലോ, അതൊന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവെക്കും. നിങ്ങൾ കയറുന്ന സമയത്ത് പത്രം പ്രിൻ്റ് ചെയ്യുന്ന ആ രൂപവും ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എത്തി നിൽക്കുന്ന രൂപം. പ്രിന്റിങ് പറഞ്ഞപ്പോൾ ഒരുപാട് പിന്നെ അപ്ഡേഷൻ ടെക്നോളജി ഇതായി. ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നതിന് മുന്നേ കുറച്ച് മുന്നേ ഈ ലെറ്റർ പ്രസ് തന്നെ സംഭവം. ഇങ്ങനെ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ വെച്ച് ഞാൻ വരുന്ന സമയത്ത് അതില്ല. അപ്പോൾ അതിനത് ഓഫ് സെറ്റിലേക്ക് മാറി. ഈ ഓഫ് സെറ്റിൽ എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലേറ്റ് എടുത്തുകാണ് അത് മെഷീനിൽ ചെയ്ത് അങ്ങനെ ചെയ്യാണ്. അന്ന് കമ്പ്യൂട്ടറിൽ നേരെ പ്ലേറ്റ് എടുക്കുക, ഷീറ്റ് പിന്നെ എന്താ ബട്ടർ പേപ്പർ ആക്കിയിട്ട് ബട്ടർ പേപ്പറിന് പിന്നെ പ്ലേറ്റ് ആക്കണം. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ബട്ടർ പേപ്പർ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നേരെ കമ്പ്യൂട്ടറിൽ നിന്ന് നേരെ പ്ലേറ്റിക്ക് നേരെ ചെയ്യാണ്. അപ്പോൾ അതിന് ഒന്നുകൂടി അപ്ഡേഷൻ കൂടി പെട്ടെന്ന് പരിപാടി കഴിയും. CTP എന്ന് പറയും പ്ലേറ്റ്. അപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കൂടും. ഒരുപാട് മാറ്റങ്ങൾ കണ്ട ഒരാളാണ് സാരി പറഞ്ഞതുപോലെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു മേഖലയിലെ പ്രിന്റിങ്ങും ഇപ്പോൾ കുറേ ടെക്നോളജി കൂടിയ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ 25 വർഷത്തെ ഒരു സർവീസിനിടക്ക് നിങ്ങൾക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ജോലി സംബന്ധമായ ചില ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? ഓർമ്മയിൽ നമ്മൾ പിന്നെ പ്രിന്റിങ് നമ്മൾ പറഞ്ഞ മാതിരി ലീവില്ലാത്തൊരു ദിവസം പിന്നെ ഒറ്റ ദിവസം ലീവില്ല. അപ്പോൾ നമുക്ക് പ്രിന്റിങ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഈ പിന്നെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ വെള്ളത്തൂടി രാത്രി വെള്ളത്തൂടി നടന്നു പോയി നമ്മളെ പിന്നെ മുട്ടിനല്ല പിന്നെ അര വരെ തന്നെ വെള്ളം ഉണ്ടായി. ആ വെള്ളത്തൂടി നടന്നു പോയിട്ട് വരെ നമ്മൾ രാത്രി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിർബന്ധമാണല്ലോ, അവിടെ എത്തല് നിർബന്ധമാണ്. അതൊക്കെ വലിയൊരു അനുഭവം. മലപ്പുറം ടൗണിലാണ് ആ വെള്ളം അത്രയും. അവിടെ കിടക്കാൻ വേറൊരു വഴിയില്ല, പ്രിന്റിങ് നടക്കും വേണം. അങ്ങനെയൊക്കെ ഞങ്ങൾ രാത്രി പോയിട്ടുണ്ട്. അതേമാതിരി ആ രാത്രി 2 മണിക്ക് ആ വെള്ളത്തൂടി തന്നെ തിരിച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ട്. വലിയൊരു പിന്നെ അതോടൊപ്പം സൂചിപ്പിക്കുക ഇപ്പോൾ നമ്മൾ ഈ രാത്രിയുള്ള ഈ ഒരു ഷിഫ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു വിശ്രമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ട്. പിന്നെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂർ നമുക്കൊരു ഇതുണ്ട്. പേജുകളൊക്കെ വരാൻ വന്നതിന് ശേഷം പിന്നെ പ്രിന്റിങ് തുടങ്ങും. എല്ലാ പേജും റെഡി ആയതിനു ശേഷം പ്രിന്റിങ് തുടങ്ങുള്ളൂ. പ്രിന്റിങ് സെക്ഷനിൽ തന്നെ ഈ മെഷീനിൻ്റെ അതുമായി ബന്ധപ്പെട്ട എൻജിനീയേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ ആ സെഷൻ അല്ലല്ലോ. അത് മെയിൻ കംപ്ലൈൻറ്റുകൾ നമ്മൾ പിന്നെ ഇവരെ എഞ്ചിനീയർമാരെ വിളിക്കുള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മളെ സ്റ്റാഫുകൾ തന്നെ നമ്മളെ കൂടി നമ്മൾ തന്നെ അത് പരിചിതമായിട്ടുണ്ടാവും. ഏതായിരുന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം രാത്രി ജോലി ചെയ്ത് പകൽ സമയങ്ങളിൽ അതിൻ്റെ എത്ര ഇപ്പോൾ നമ്മൾ രാത്രി ഉറക്കമൊഴിച്ചാലും പകൽ മുഴുവനും ഉറങ്ങുക എന്നുള്ളത് അതൊരിക്കലും നടക്കില്ല. അത്ര തന്നെ സമയം ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് 12 മണി വരെ എന്ന് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ള സമയങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകളും മറ്റൊക്കെ എങ്ങനെയാണ്? അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ അല്ലേ? ഇപ്പം നിലവിൽ ഒരു ഉദാഹരണം പറയാൻ ഞാൻ നിങ്ങൾ ചട്ടിപ്പറമ്പ ഭാഗത്ത് അദ്ദേഹം നമ്മുടെ സ്കൂൾ ഓഫ് ഖുറാനിലെ അതുമായി ബന്ധപ്പെട്ട സംഘാടകരിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ബഹുമാനനായ ഹാഫിസ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്നത്?
അൽഹംദുലില്ലാ അത് പഠിച്ചവൻ്റെ ഒരു തൗഫീഖ് തന്നെയാണ്. പിന്നെ നമ്മളെ ചട്ടിപ്പറമ്പ് ഒരു പള്ളി, അതിന് കാര്യമായി അതിനൊരു ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഒരു അൽഫിത്ര ഉണ്ട്, പിന്നെ അതുപോലെ സ്കൂൾ ഓഫ് ഖുർആൻ, മദ്രസ, ഇതൊക്കെ അതിൻ്റെ കൂടെ നടന്നു പോകുന്നു അൽഹംദുലില്ലാ. പിന്നെ അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെ. ചില ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഉറക്കൊഴിവാക്കേണ്ടി വരും. കാരണം വെച്ചാൽ ആ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ ഒരുപാട് സമയം നമുക്ക് ഉറക്കൊഴിവാക്കി നിന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കളക്ഷന് മൊത്തം അതിൻ്റെ കളക്ഷൻ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചത് പള്ളിയുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ പിന്നെ അതുപോലെ അതിൻ്റെ പെർമിറ്റ് എടുക്കൽ 2 വർഷത്തോളം അതിൻ്റെ പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടന്നിട്ടുണ്ട്. അന്ന് ഈ കളക്ട്രേറ്റിൽ നിന്നാണ് അതിൻ്റെ പെർമിറ്റ്, ഇപ്പോഴാണ് പഞ്ചായത്തിൽ നിന്നായത്. അപ്പോൾ ഓരോ ഓഫീസിലും പിന്നെ ഇങ്ങനെ കയറി ഇറങ്ങണം. ഒന്ന് പോയാലും അപ്പോൾ പറയും നാളെ വരി, അങ്ങനെ നമ്മളിട്ട് ഇങ്ങനെ കളിപ്പിക്കലാണ് അന്ന്. കളക്ട്രേറ്റിൽ പറയാൻ പോകും. പിന്നെ കളക്ട്രേറ്റിന് പോയിട്ട് അന്ന് പിന്നെ എല്ലാ ഒക്കെ റെഡിയാക്കി കളക്ട്രേറ്റിലെത്തി തിരിച്ചു വന്നാൽ പിന്നെ അവിടുന്ന് പറയാം പിന്നെ SP ഓഫീസ് പോയിട്ട് പിന്നെയും വരണം എന്നാണ്. അങ്ങനെ വേറെ പേപ്പർ, അങ്ങനെ 2 പേപ്പർ ഒരുമിച്ച് പോലെ അയക്കണം. അതുപോലെ എന്ത് ചെയ്തു, ഒരൊറ്റ പേപ്പർ അയച്ചാണ് നമ്മളങ്ങനെ ഇട്ട് നടപ്പിച്ച്. പിന്നെ അവിടെ ഒക്കെ റെഡിയാക്കി അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെ പറയാം അല്ല ഒരു പേപ്പർ നമ്മൾ അയക്കാണ്ടാറുണ്ട്. അങ്ങനെ 2 വർഷത്തോളം ആ പിന്നെ അതിൻ്റെ ഒരു പെർമിറ്റിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ നടന്നു. ഏതാ അൽഹംദുലില്ലാ പള്ളിയായിട്ട് തന്നെ നമുക്ക് പിന്നെ കിട്ടി, പെർമിറ്റായിട്ട് കിട്ടിയെന്ന് അൽഹംദുലില്ലാ. അപ്പോൾ നല്ല രീതിയിൽ പോകണു. അപ്പം അതിൻ്റെ സെക്രട്ടറിയായിട്ട്, ആ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അതിൽ പിന്നെ പള്ളിയുടെ കീഴിൽ ഇപ്പോൾ ആ ട്രസ്റ്റിൻ്റെ കീഴിൽ എന്തൊക്കെ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്? അതിൻ്റെ കീഴിൽ നമ്മൾ സ്കൂൾ ഓഫ് ഖുർആൻ ഉണ്ട്, അൽഫിത്ര ഉണ്ട്, മദ്രസ ഉണ്ട്. 120ഓളം കുട്ടികൾ പഠിക്കുന്ന മദ്രസക്ക് തന്നെ സ്വന്തം ബിൽഡിങ്, അൽഫിത്രക്ക് വേറെ ബിൽഡിങ്, പിന്നെ സ്കൂൾ ഓഫ് ഖുർആൻ ഞായറാഴ്ച ഉണ്ട്, പിന്നെ CRE ഇതൊക്കെ. പിന്നെ അപ്പോൾ ഈ പിന്നെ നമ്മൾ കിട്ടുന്ന ഈ ഒരു പകൽ സമയത്താണ് ഇപ്പോൾ ഈ പദ്ധതികളുടെയൊക്കെ പിന്നാലെ നടക്കാൻ കിട്ടുന്ന സമയം. അത് മിക്കവാറും 12 മണി വരെ ഉറക്കത്തിന് പോകും. ബാക്കി കിട്ടുന്ന ഈ ഒരു കുറഞ്ഞൊരു സമയത്തിലാണ് ഈ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ഇതിൽ തന്നെ ചില ദിവസങ്ങളിലെ 12 മണി വരെയുള്ള ഉറക്കവും ചിലപ്പോൾ നഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ഏതായിരുന്നാലും അതൊരു വലിയൊരു എഫേർട്ടാണ്. അള്ളാഹു തഖബ്ബൽ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും അതൊരു പ്രചോദനവുമാവട്ടെ. കാരണം അവനവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ കുടുംബത്തെയും മറ്റുമൊക്കെയുള്ള മനുഷ്യത്വമായി ബന്ധപ്പെട്ട ഇസ്ലാം വളരെ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം ഒരു വൈയക്തിക ബാധ്യത എന്നുള്ള ദഅവാ പ്രവർത്തനങ്ങൾ, ദീനീപരമായ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ ആസൂത്രണങ്ങൾക്ക് മുന്നിൽ നിൽക്കുവാനും അതിൻ്റെ പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാനും അതിന് പങ്കാളിയാകുവാനും സാധിക്കുക എന്നുള്ളതൊരു തൗഫീഖ് തന്നെയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു പേഴ്സണലായ ഒരു ചോദ്യം കൂടി, നേരത്തെ ഒരു ആഴ്ചയിൽ 1 ദിവസങ്ങൾക്ക് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ആക്കി 6 ദിവസവും 6 ദിവസം എന്ന് ഞാൻ ചുരുക്കി പറയല്ല, 25 കൊല്ലത്തിലെ ആഴ്ചയിലെ 6 ദിവസങ്ങളിൽ ഉറങ്ങാതെ ശീലിച്ചത് കൊണ്ട് ഓഫ് കിട്ടിയ അന്ന് രാത്രി ഉറക്കം വരും. അല്ലെ, രാത്രി ഉറങ്ങാതിരുന്ന ഉപ്പയുടെ മുറിയിൽ മാത്രം ലൈറ്റ് ഇട്ടിട്ട് ഉപ്പാക്ക് ഉറക്കാൻ കഴിയില്ല. ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരാളുടെ ജീവിതശൈലി എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനി ഓഫ് കിട്ടിയാലും ഉറങ്ങാൻ കഴിയും നിങ്ങൾക്ക് അന്ന്? ഒരു കമ്മിയില്ല, നല്ല ഉറങ്ങും. ശരിക്കും അതൊരു അള്ളാന്റെ തൗഫീഖാണ്. ശരിക്കും ഖുറാനിൽ പറഞ്ഞ ഒരു ലൈല ലിബാസ എന്നൊക്കെ പറഞ്ഞ രാത്രിയെ പറ്റി പറഞ്ഞ, ഇപ്പം നമുക്കത് ഊഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും തുടർച്ചയായി ഉറക്കൊഴിച്ച ഒരാൾ പക്ഷെ 1 ദിവസമേ കിട്ടുന്നുള്ളൂ, അന്ന് റാഹത്തായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് പടച്ചോൻ സംവിധാനിച്ചതാണ്. നമ്മൾ എത്ര അതിനെ തിരുത്താൻ ശ്രമിച്ചാലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാലും ആ പടച്ചോന്റെ ആ ഒരു നടപടിയിലേക്ക് തന്നെ, സിസ്റ്റത്തിലേക്ക് തന്നെ നമുക്ക് എത്താൻ കഴിയും. അതിനൊരു പ്രയാസമില്ല. ഞാനത് ക്കാനുള്ള ഒരു കാരണം കൂടി അതാണ്. അൽഹംദുലില്ലാ. ഈ നിലവിലിപ്പോൾ പിന്നെ ആഴ്ചയിൽ ഏത് ദിവസം ഓഫ് എടുക്കുന്നത്? വ്യാഴാഴ്ച. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല, ഓരോരുത്തർക്ക് ഓരോ ദിവസം പിന്നെ കമ്പനി. അതന്നെ നിങ്ങൾ വ്യാഴാഴ്ച സെലക്ട് ചെയ്യാൻ എന്താ കാര്യം? അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണമല്ല, ഓരോ സ്ഥാപനം നമുക്ക് നൽകുന്നതാണ്. ശരി. അപ്പോൾ നമ്മൾ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ച് നിങ്ങൾ പിന്നെ വെള്ളിയാഴ്ചയുടെ ഒരു സൗകര്യം കൂടി വിചാരിച്ചിട്ടായിരിക്കാം വ്യാഴാഴ്ച സെലക്ട് ചെയ്ത്. കാരണം സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കുമോ? അങ്ങനെയാണ് വന്ന് കിട്ടിയതാണ്. ഓരോ സീനിയർ സ്റ്റാഫിനനുസരിച്ച് ഇങ്ങനെ മാറി വരും. അതല്ലേ, അത് ഓരോ എഡിഷനുകൾ, പത്രത്തിന് ഓരോ എഡിഷനുകൾ ഉണ്ടാവുമല്ലോ. ജില്ലാ വൈസ് എഡിഷനുകൾ ഉണ്ടാവും. ജില്ലയിൽ തന്നെ ഒന്നിലധികം എഡിഷനുകൾ ഉണ്ടാവും. മലപ്പുറം ജില്ലയിൽ
4 എഡിഷൻ 4 എഡിഷനുകളുണ്ട്, ഓരോ ഏരിയകളെ കേന്ദ്രീകരിച്ച്. അപ്പം ഇങ്ങനെ ഓരോ ഏരിയക്കും ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ്, അവിടെ ഒരു എഡിഷൻ മാത്രമാണോ അടിക്കുക, അത് മറ്റു പല ഏരിയകളിലേക്കുള്ള എഡിഷനുകളും ഇവിടുന്ന് പോകും? മലപ്പുറം ജില്ലയിലത്തെ 4 എഡിഷൻ അവിടെ അടിക്കുക. മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റു ഓഫീസുകളും ഉണ്ടോ? ഇങ്ങനെ പ്രസ് ഒറ്റ പ്രസ് ഉണ്ടാവുള്ളൂ മലപ്പുറം ജില്ലക്ക്? മലപ്പുറം ജില്ല മാത്രമേ പാടുള്ളൂ. ആദ്യം പാലക്കാട് അടിച്ചിരുന്നു, പാലക്കാട് സ്വന്തമായിട്ട് യൂണിറ്റായി. ശരിക്കും വലിയൊരു എഫേർട്ടാണ്. എത്ര ലക്ഷക്കണക്കിന് കോപ്പികളാണ് അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ടെങ്കിലും മുമ്പൊക്കെ വളരെ പ്രയാസമായിരുന്നു. ഒരു മണിക്കൂറിൽ 30,000 കോപ്പി സമയത്ത് ഒരു മണിക്കൂറിൽ അടിച്ചു തീർക്കും. അത്ര വളരെ അല്ലേ, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പരിപാടി കഴിയും. നിങ്ങൾ എത്ര സ്റ്റാഫ് ഉണ്ട് അവിടെ? അവിടെ മൊത്തം ഒരു 50ഓളം സ്റ്റാഫ് ഉണ്ട്. രാവിലെ മുതലേ ഓഫീസ് വർക്ക് തുടങ്ങും. 8 മണി മുതൽ തുടങ്ങിയാൽ പിന്നെ അങ്ങ് രാത്രി 5 മണി വരെ, രാവിലെ 5 മണി വരെ തന്നെ ആളവിടെ ഉണ്ടാവും. അതിന്റെ ടെക്നിക്കൽ ടൈപ്പിംഗ് മറ്റു വശങ്ങളൊക്കെ വൈകുന്നേരത്തോടു കൂടി കംപ്ലീറ്റ് ആവും ഏറെക്കുറെ അല്ലേ? ഏറെക്കുറെ. പിന്നെ വളരെ അർജന്റായി വരുന്ന ന്യൂസുകളൊക്കെ ഏറ്റവും അതായത് വൈകി വരുന്ന മെസ്സേജുകൾ എത്ര വരേണ്ട വാർത്തകൾ എത്ര വരെ നിങ്ങൾ സ്വീകരിക്കും? ഒരു അർദ്ധരാത്രിയൊക്കെ ഒരു 12 മണിക്കൊക്കെ നടക്കുന്ന വാർത്തകളൊക്കെ സ്വീകരിക്കും അതോ? അത് വാർത്തകളുടെ പിന്നെ ഇമ്പോർട്ടൻ്റ് ഒക്കെ അനുസരിച്ചാണ്. മറ്റുള്ള സാധാ വാർത്തകളൊക്കെ ആണെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും വരെ നിർത്തി പിന്നെ പേജ് സെറ്റ് ചെയ്യൽ തുടങ്ങും. പിന്നെ അത്ര അർജന്റുള്ള വാർത്തകളൊക്കെ വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള സംഭവങ്ങൾ, അതൊക്കെ അപ്പോൾ മറ്റുള്ള വാർത്തകളെ ഒഴിവാക്കി ഇതിലേക്ക് ആഡ് ചെയ്യും. മാഷാഅല്ലാഹ്, ഒരുപാട് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം 25 വർഷക്കാലമായി ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാണ്. രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ ജോലി, പകൽ സമയത്താണ് അദ്ദേഹം ഉറങ്ങുന്നത്. അതൊരു കൂടെ ധാരാളം ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നാടുമായി ബന്ധപ്പെട്ട് നടത്താൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൈയക്തികമായ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലങ്ങളുമായി ചില യാത്രകളിലാണ് നമ്മുടെ അല്പസമയം ഇന്നത്തെ സമകാലികത്തിൽ ബഹുമാന്യനായ ഹാഫിസ് ചെറുകുളമ്പ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്നത്. വളരെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദിയും കൃതജ്ഞതയും പീസ് റേഡിയോയുടെ ഭാഗത്ത് നിന്ന് പങ്കുവെക്കുകയാണ്. ഒരു പുതിയ ഒരു രീതിയിലുള്ള ഒരു സമകാലികത്തിൽ ഒരു ഇന്റർവ്യൂ, ഒരു അഭിമുഖത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞത്. കാരണം അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിലും പരിചയപ്പെട്ടതിലും അദ്ദേഹത്തിൻ്റെ ആ ജോലിയെ പറ്റിയുള്ള ഇതറിഞ്ഞതിലൊക്കെ നമ്മളൊക്കെ എത്രയോ റാഹത്തിലാണ്. അദ്ദേഹം റാഹത്തിലല്ല എന്നല്ല അതിനർത്ഥം, അദ്ദേഹം നമ്മളെക്കാൾ റാഹത്തിലാണെന്ന് അദ്ദേഹം വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഓരോരുത്തരും അവരവരുടേതായ ജോലിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് 25 വർഷത്തെ അദ്ദേഹത്തിന്റെ സേവനത്തിൽ സംതൃപ്തനായി അദ്ദേഹം ഇരിക്കുന്നതും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബാരിക് ഫീക്കും. നമ്മുടെ ഈ ഒരു സമകാലികം സെഷനിൽ താങ്കളുടെ വിലയേറിയ സമയം വിനിയോഗിച്ചതിൽ ഏറെ ഒരു കൃതജ്ഞത രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.